ഈ മഹല്ലിലെ ഇപ്പോൾ ഖുതുബ കഴിഞ്ഞു പോയിട്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ്. 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. നല്ല സ്നേഹത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന സഹോദരനാണ്. ഒരു പ്രശ്നമോ ഒരു മാനസികമായ പൊരുത്തക്കേടോ ഒന്നുമില്ല. നല്ല റാഹത്തിൽ ദാമ്പത്യ ജീവിതം, മാതാപിതാക്കളുമായുള്ള എല്ലാ സഹവർത്തിത്വം വളരെ ഉഷാറായിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. സ്നേഹാധിക്യം കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പെരുന്നാൾ ഖുതുബ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിരുന്നൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവർ തമാശയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പലതും ഇങ്ങനെ കളിയിൽ തമാശയിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഈ സഹോദരൻ പറഞ്ഞു, പിന്നെ ഞാൻ നിന്നെ 3 തലാക്ക് ചൊല്ലി എന്ന് ചിരിച്ച് വെറുതെ രസത്തിന് പറഞ്ഞതാണ് എന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു കാര്യബോധമുള്ള ഒരു വീട്ടിലെ ഒരു വല്യമ്മ ഈ വിഷയം പള്ളിയിലെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു. എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെന്താ മറുപടി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, കളിയിൽ തൊലാക്ക് ചൊല്ലിയാലും തൊലാക്ക് പോവും. അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ 2 കാര്യത്തിൽ കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. 1 തൊലാക്ക്, 2 റജഈ. കളിയിൽ പെണ്ണിനോട് തമാശയിൽ ഞാൻ നിന്നെ 3 തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ തൊലാക്ക് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്ന മറുപടി അതുകൂടി എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, 3 തൊലാക്ക് നിന്നെ ചൊല്ലി എന്ന് ഒരു ഭർത്താവ് കളിയിൽ ഭാര്യയോട് പറഞ്ഞാൽ തൊലാക്ക് പോയി. അത് ബാഇനായ തൊലാഖായി. ബാഇനായ തൊലാഖ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത തൊലാഖ്. തൊലാഖ് 2 തരമുണ്ട്: ബാഇനായ തൊലാഖ്, റജഈയായ തൊലാഖ്. 1ഉം 2ഉം തൊലാഖ് ചൊല്ലിയതാണെങ്കിൽ റജഈയായ തൊലാഖ് തിരിച്ചെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 3 മാസവും 10 ദിവസവും ഇവളുടെ വീട്ടിൽ ഇദ്ദയിരിക്കണം. ഇവൾ അന്യ പെണ്ണാണല്ലോ, അപ്പൊ ഇവളുടെ വീട്ടിൽ ഇവൾ ഇദ്ദയിരിക്കണം. ഇദ്ദന്റെ കാലത്ത് 3 മാസവും 10 ദിവസത്തിന്റെ ഉള്ളിൽ 1ഉം 2ഉം തൊലാഖ് ചൊല്ലിയവനാണെങ്കിൽ ഞാൻ നിന്നെ നിക്കാഹിലേക്ക് മടക്കി എന്ന് സാക്ഷി മുഖാന്തരം പറഞ്ഞാൽ നിക്കാഹിലേക്ക് മടങ്ങി, പുതിയ നിക്കാഹ് ചെയ്യണ്ട, മഹർ കൊടുക്കണ്ട. ഒരു തൊലാക്കാണ് ചൊല്ലിയതെങ്കിൽ 2 തൊലാക്കുമ്മേലും, 2 തൊലാക്കാണ് ചൊല്ലിയതെങ്കിൽ 1 തൊലാക്കുമ്മേലും എന്ത് ചെയ്യും? നിക്കാഹിലേക്ക് മടങ്ങും. പക്ഷെ 3 ചൊല്ലിയതെങ്കിലോ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ബാഇനായ തൊലാഖ് എന്ന് പറയും. ഈ സ്നേഹത്തോടുകൂടി സഹവസിച്ച ഈ ചെറുപ്പക്കാരൻ സ്നേഹത്തോടുകൂടി ചിരിച്ച് കളിതമാശയിൽ പറഞ്ഞതാണെങ്കിലും അത് കാര്യമായി മാറി. ഇനി എന്ത് ചെയ്യണം? ഇനി 3 മാസം 10 ദിവസം ആ സഹോദരി ഇദ്ദയിരിക്കണം. ഇദ്ദയിരുന്നതിന് ശേഷം ഈ സ്ത്രീയെ വേറെ കെട്ടിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അദ്ദേഹം ആ ശുദ്ധിയിൽ തൊലാക്ക് ചെല്ലുകയും ആ തൊലാക്ക് ചെല്ലിയതിൽ 3 മാസം 10 ദിവസം ഇദ്ദയിരിക്കുകയും അതിനുശേഷം ഇദ്ദേഹം പുതിയ മഹറൊക്കെ കൊടുത്ത് നിക്കാഹ് പുതിയതായിട്ട് ചെയ്യാവുന്നതുമാണ്. ഇതാണ് വലിയ പ്രശ്നമെന്ന് ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ വിഷയം പരമാവധി നിങ്ങൾ വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരുമായിരിക്കുന്ന ആളുകൾ കൂട്ടുകാർക്ക് ഈ വിഷയം 3 വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. വലിയൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല അത്തരം അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.